ഹലോ ഗൈസ്, വാട്സാപ്പ്. വാലറന്റ് കളിക്കുമ്പോൾ നിങ്ങൾ എയിം ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പറഞ്ഞുതരാം. വാലറന്റിൻ്റെ മോർ കോണ്ടൻസിനും ടിപ്സിനും ആയി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരണം. ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഏത് തോക്കാന്ന് വെച്ചാൽ എടുക്കണം. എന്നിട്ട് പ്രാക്ടീസ് വെക്കണം. പ്രാക്ടീസ് ബോട്ട് വരും. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ട്സിൻ്റെ ആയാലും എനിമീസിൻ്റെ ആയാലും ഹെഡ് ലെവലിൽ ക്രോസ് പ്ലേസ് ചെയ്യണം. ഹെഡ് ലെവലിൽ ക്രോസ് പ്ലേസ് ചെയ്താൽ നമുക്ക് അടിക്കാൻ എളുപ്പമുണ്ടാകും. പിന്നെ ഹെഡ് വൺ ടാപ്പ് അടിക്കും. വൺ ടാപ്പ് അടിച്ച് ഹെഡ് വൺ ടാപ്പ് അടിച്ച് മൂവ്മെൻറ്റ് ചെയ്തിട്ടായാലും ചെയ്തില്ലെങ്കിൽ ആദ്യം മൂവ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് വൺ ടാപ്പ് അടിക്കാം. വൺ ടാപ്പ് അടിക്കുക. എയിം ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യമാണ് ഈ വൺ ടാപ്പ് അടിക്കുക. ഹെഡ് ലെവലിൽ ക്രോസ് പ്ലേസ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്തടിക്കാൻ പഠിക്കണം. മൂവ്മെൻറ്റ് ചെയ്യണം, അടിക്കുക, മൂവ്മെൻറ്റ് ചെയ്യണം, അടിക്കുക, മൂവ്മെൻറ്റ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്തടിക്കുക. മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് അടിച്ചാൽ ഒന്നും കൊള്ളില്ല, എയിം ഫുള്ളി വിഫാവും. സോ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തടിക്കുക. അതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ പകുതിയോളം പ്രശ്നം തീരും. ഇത് കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാം. ഗെയിമിലാകുമ്പോൾ തന്നെ നമുക്ക് നല്ല വില ചേഞ്ച് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഗെയിം കളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 മിനിറ്റോ 5 മിനിറ്റോ വല്ലതും ബോട്ടിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് എന്തായാലും നിങ്ങൾക്ക് കളി കാണുമ്പം നിങ്ങളെ എയിം തന്നെ ചേഞ്ച് ആയ പോലെ നിങ്ങൾക്ക് തോന്നും. സോ കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഗൈസ്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.